നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. കാനഡയിലെ വിൻസറിനെയും അമേരിക്കയിലെ ഡെട്രോയിറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഗോർഡി ഹൗ അന്താരാഷ്ട്ര പാലത്തിന്റെ ഉദ്ഘാടനം നടത്തി കാനഡ. അതേസമയം ടോൾ വരുമാനം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണികളും മൂലം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. കാനഡയിലെ ഒന്റോറിയയെയും അമേരിക്കയിലെ മിഷിഗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന $4.7 ബില്യൺ ചെലവിൽ നിർമ്മിച്ച ഗോർഡി ഹൗ അന്താരാഷ്ട്ര പാലം തിങ്കളാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനിരിക്കെയാണ് വിൻസറിൽ കാനഡ മാത്രമായി ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ സംയുക്തമായി നടത്താനിരുന്ന റിബൺ മുറിക്കൽ ചടങ്ങ് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് കാനഡ റദ്ദാക്കിയത്. ഡെട്രോയിറ്റ് നദിക്ക് കുറുകെയുള്ള ഈ പാലം വടക്കേ അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതകളിലൊന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലത്തിൽ നിന്നുള്ള ടോൾ വരുമാനം പങ്കുവയ്ക്കുന്ന കാര്യത്തിലാണ് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രധാന തർക്കം നിലനിൽക്കുന്നത്. നിർമ്മാണ ചെലവ് പൂർണ്ണമായി വഹിച്ചത് കാനഡയായതിനാൽ കടം മുഴുവൻ വീട്ടിയ ശേഷമേ വരുമാനം പങ്കുവയ്ക്കൂ എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കിയപ്പോൾ 50% ലാഭം അമേരിക്കയ്ക്ക് വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയായിരുന്നു. പുതിയ തർക്കങ്ങളും നയതന്ത്ര വിള്ളലുകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇറാന്റെ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായി ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കിയെങ്കിലും താവളങ്ങൾക്ക് സമീപത്ത് നിന്ന് പ്രദേശവാസികളോട് മാറി നിൽക്കുവാൻ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ മേഖല വീണ്ടും യുദ്ധഭീതിയിലായി. US പ്രതിരോധ താവളങ്ങൾ ലക്ഷ്യമിട്ട് അരാഷ് കാമിഖാസെ ഡ്രോണുകളും ബലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ബഹ്റൈനിലെ ഈസ എയർ ബേസ്, ജോർദാനിലെ അൽ അസ്രഖ് താവളം, കുവൈറ്റിലെ ക്യാമ്പ് ക്യാമ്പ് ദോഹ, അലി അൽ സലേം എയർബേസ് എന്നിവിടങ്ങളിലെ സൈനിക സംഭരണ കേന്ദ്രങ്ങളും ബാരക്കുകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇറാൻ മിലിറ്ററിയും IRGCയും സ്ഥിരീകരിച്ചു. അതേസമയം തങ്ങളുടെ വ്യോമാതിർത്തിയിൽ വെച്ച് ഇറാന്റെ നിരവധി ഡ്രോണുകളും മിസൈലുകളും വിജയകരമായി വെടിവെച്ചിട്ടതായി ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് സൈന്യങ്ങൾ അറിയിച്ചു. സിവിലിയൻ മേഖലകളെ അപായപ്പെടുത്തുന്ന ആക്രമണ രീതിയാണ് ഇറാൻ സ്വീകരിക്കുന്നതെന്ന് ബഹ്റൈൻ കുറ്റപ്പെടുത്തി. ഗൾഫ് മേഖലയിലെ US സൈനിക സാന്നിധ്യമുള്ള താവളങ്ങളിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലം പാലിക്കുവാൻ അയൽരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തുങ്ക പ്രവിശ്യയിലുള്ള സംയുക്ത സൈനിക ചെക്ക് പോസ്റ്റിന് നേരെ നടന്ന ചാവേർ ബോംബാക്രമണത്തിൽ 12 സൈനികരുൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ചെക്ക് പോസ്റ്റിന്റെ ഭിത്തിയിൽ ഇടിച്ചു കയറ്റിയാണ് ആക്രമണം നടത്തിയതെന്നും തിരിച്ചടിയിൽ 12 ഭീകരരെ വധിച്ചതായും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ടാങ്ക് ജില്ലയിലെ സുരക്ഷാ ചെക്ക് പോസ്റ്റിന് നേരെയാണ് വ്യാഴാഴ്ച രാത്രി വൈകി ക്രൂരമായ ആക്രമണം ഉണ്ടായത്. ചെക്ക് പോസ്റ്റിന് നിയന്ത്രണം പിടിച്ചെടുക്കുവാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം അതിർത്തി ഭിത്തിയിലേക്ക് സ്ഫോടനം നടത്തുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ചെക്ക് പോസ്റ്റ് കെട്ടിടം പൂർണ്ണമായി തകരുകയും 12 സൈനികരും 2 പോലീസുകാരും ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനും വീരമൃത്യു വരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന പാകിസ്ഥാന്റെ ആരോപണം നിലനിൽക്കെ സംഭവസ്ഥലത്ത് സൈന്യം തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കുകയും അതിർത്തി പ്രദേശങ്ങളിൽ വീണ്ടും അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈനിലെ കീവ് മേഖലയിൽ പ്രതിരോധ വ്യവസായ കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രദർശനത്തിന്റെ നേരെ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധ സാഹചര്യത്തിൽ ആയുധ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി പ്രതികരിച്ചതോടെ സംഭവത്തിൽ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തലസ്ഥാനമായ കീവിന് സമീപം ഡ്രോൺ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ സംഘടിപ്പിച്ച ആയുധ പ്രദർശന ചടങ്ങിന് നേരെയാണ് റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യൻ ഭീകരതയാണ് ആക്രമണത്തിന് കാരണമെങ്കിലും ജനവാസ മേഖലകൾക്ക് സമീപം ഇത്തരം വലിയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി വ്യക്തമാക്കി. സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയതായി ഉക്രൈൻ എമർജൻസി സർവീസ് അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പ്രോസിക്യൂട്ടർ ജനറൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഉക്രൈനിന്റെ ഡ്രോൺ വികസന കേന്ദ്രങ്ങളെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കീവ് മേഖലയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഭീഷണി ഉയർത്തിയതിനെ തുടർന്ന് യമനിലെ ഹൊദൈദ പ്രവിശ്യയിലുള്ള ഹൂതി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി സഖ്യസേന ശക്തമായ വ്യോമാക്രമണം നടത്തി. സൗദി അറേബ്യൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതി നടപടിക്കുള്ള പ്രത്യാക്രമണമാണിതെന്നും പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും സഖ്യസേന വ്യക്തമാക്കിയതോടെ മേഖലയിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും സൗദി അറേബ്യൻ കപ്പലുകൾക്കും നേരെ ഹൂതി വിഭാഗം ആക്രമണം കടുപ്പിച്ചതോടെയാണ് സൗദി നയിക്കുന്ന സഖ്യസേന യമനിലെ ഹൊദൈദിൽ തിരിച്ചടി ശക്തമാക്കിയത്. ഹൊദൈദ നഗരത്തിലെ ടെലികമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ
കേന്ദ്രങ്ങൾക്കും സമീപത്തെ കെമറാൻ ദ്വീപിന് നേരെ ആക്രമണമുണ്ടായതായി ഹൂതികളുടെ ഔദ്യോഗിക മാധ്യമമായ അൽ മസീറ സ്ഥിരീകരിച്ചു. എന്നാൽ ഹൊദൈദ, സലിഫ് തുടങ്ങിയ സുപ്രധാന തുറമുഖങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിതമായ സർവീസ് നടത്താമെന്നും സൗദി സഖ്യസേന വക്താവ് തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയുടെ ഈ സൈനിക നടപടി അപലപനീയമാണെന്നും പ്രകോപനങ്ങൾ പ്രത്യാഘാതങ്ങളില്ലാതെ പോകില്ലെന്നും യമനിലെ ഹൂതി ഭീകരർ മുന്നറിയിപ്പ് നൽകി. ഉപരോധത്തിന് പകരം ഉപരോധം, ആക്രമണത്തിന് പകരം ആക്രമണം എന്ന നയം സ്വീകരിക്കുമെന്നും സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം തുടരുമെന്നും ഹൂത്തി രാഷ്ട്രീയ വിഭാഗം പ്രഖ്യാപിച്ചു. ഇരുപക്ഷവും നിലപാടുകൾ കടുപ്പിച്ചതോടെ 2022 മുതൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ ധാരണ പൂർണ്ണമായി തകരുകയും മേഖല വീണ്ടും യുദ്ധഭീതിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിലും സ്പെയിനിലും കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് 1,66,000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീ പ്രതിസന്ധിയെ നേരിടുവാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സൈന്യത്തിന്റെ സഹായം തേടുകയും സ്പെയിൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. കടുത്ത വരൾച്ചയും ശക്തമായ കാറ്റും മൂലമാണ് ഫ്രാൻസിലെ ബോർഡോ മേഖലയിലും സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡ് സമീപവും കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നു പിടിച്ചത്. ഫ്രാൻസിലെ ക്യാപ് ഫ്രഡ് ഉപദ്വീപിൽ നിന്ന് മാത്രം 44,000-ഓളം വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും ബോട്ടുകളിലും മറ്റ് വാഹനങ്ങളിലുമായി ഒഴിപ്പിച്ചു. സ്ഥിതിഗതികൾ വഷളായതോടെ തീ അണയ്ക്കുന്നതിനായി യൂറോപ്യൻ യൂണിയന്റെ സഹായത്തോടെ പ്രത്യേക വാട്ടർ ബോംബിംഗ് വിമാനങ്ങളും സൈനികരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. സ്പെയിനിലെ മാഡ്രിഡിന് സമീപം വെവ്വേറെ പടർന്നു പിടിച്ച 2 വൻ കാട്ടുതീ ഒന്നായി മാറിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ജനവാസ മേഖലകളിലേക്കും ചരിത്ര പ്രസിദ്ധമായ വൈനറികളിലേക്കും തീ പടരുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ ആയിരക്കണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ കഠിന പരിശ്രമത്തിലാണ്. കാട്ടുതീയുടെ പുക ശ്വസിച്ച് നിരവധി ആളുകൾ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രാഥമിക ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. റഷ്യൻ ജലാതിർത്തിയിൽ തന്ത്രപ്രധാനമായ കരിങ്കടലിലൂടെ സർവീസ് നടത്തുകയായിരുന്ന MV ഓമോർഫി എന്ന ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. സാധാരണക്കാരായ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇന്ത്യ അന്താരാഷ്ട്ര സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. റഷ്യൻ അധീനതയിലുള്ള സമുദ്രപാതയിൽ വെച്ചാണ് മാർഷൽ ദ്വീപുകളുടെ പതാകയേന്തിയ MV ഓമോർഫി എന്ന ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 3 ഇന്ത്യക്കാരുൾപ്പെടെ 10 ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ ചീഫ് ഓഫീസർ സാഗർ ഗുപ്തയുടെ കുടുംബത്തിന് അനുശോചനം അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മോസ്കോയിലെ ഇന്ത്യൻ എംബസി വഴി റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെട്ട് മരിച്ച നാവികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുവാനുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻപും കരിങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുകയും നിരവധി ഇന്ത്യൻ ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം വിവേചനരഹിതമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാനും ആഗോള കടൽപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും എല്ലാ വിഭാഗങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും ഇന്ത്യ കർശനമായി ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഇറാൻ പദ്ധതിയിട്ട വധശ്രമവും ഭീകരാക്രമണ ഗൂഢാലോചനയും തകർത്തതായി ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ഷിൻബെറ്റും വെളിപ്പെടുത്തി. വിദേശ കുറ്റകൃത്യ ശൃംഖലകളെ ഇടനിലക്കാരാക്കി പ്രോക്സി എന്ന പുതിയ തന്ത്രത്തിലൂടെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ഭീകരരെ കടത്തുവാൻ ശ്രമിച്ചതെന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി. ഇസ്രായേലി നേതാക്കളെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വധിക്കുവാൻ ലക്ഷ്യമിട്ട് ഫ്രാൻസ് കേന്ദ്രീകരിച്ച് ഇറാൻ രൂപീകരിച്ച രഹസ്യ ഭീകര ശൃംഖലയെയാണ് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹകരണത്തോടെ മൊസാദ് തകർത്തത്. ടെഹ്റാന് നേരിട്ട് പങ്കില്ലെന്ന് വരുത്തി തീർക്കുവാൻ മൂന്നാം കക്ഷികൾ ഉപയോഗിച്ച് വിദേശ പൗരന്മാരെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇറാന്റെ രീതി. ഫ്രാൻസിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട പ്രധാന പ്രതിയെ പിടികൂടി നാട് കടത്തിയതായും ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുതിർന്ന ഇറാനിയൻ ഹാൻഡ്ലറെ സൈനിക നടപടിയിലൂടെ വധിച്ചതായും ഇസ്രായേൽ അറിയിച്ചു. ഇറാന്റെ കുപ്രസിദ്ധമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് വിഭാഗമായ യൂണിറ്റ് 4000 ആണ് ഈ കൊലപാതക പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് സംയുക്ത പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിലും വിദേശങ്ങളിലുമുള്ള ഇസ്രായേലി നയതന്ത്ര കാര്യാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നേരെ ഇറാൻ നടത്തുന്ന ആക്രമണ ശ്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക കണ്ടെത്തൽ പുറത്തുവന്നിരിക്കുന്നത്. സുരക്ഷ കടുപ്പിച്ച ഇസ്രായേൽ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത ആഴ്ച അമേരിക്ക സന്ദർശിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വാഷിംഗ്ടണിൽ നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ വിരുന്നിനിടെ സംസാരിക്കവെയാണ് ട്രംപ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളും സംഘർഷങ്ങളും കടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ അത്താഴ്വിരുന്നിലെ പ്രസംഗത്തിനിടെയാണ് നെതന്യാഹു അടുത്തയാഴ്ച അമേരിക്കയിലെത്തുമെന്ന വിവരം ട്രംപ് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണവും മേഖലയിലെ നിലവിലെ സൈനിക അടിയന്തര സാഹചര്യങ്ങളും കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഡെമോക്രാറ്റിക് സെനറ്റർ ചാക്ക് ഷൂമറെ വിമർശിച്ചുകൊണ്ടുള്ള തമാശ രൂപേണയുള്ള പരാമർശങ്ങൾക്കിടയിലാണ് നെതന്യാഹുവിന്റെ സന്ദർശനത്തെക്കുറിച്ച് ട്രംപ് സൂചിപ്പിച്ചത്. ഇറാനെതിരായ സൈനിക നടപടികൾക്കും മേഖലയിലെ സഖ്യസേനാ നീക്കങ്ങൾക്കും ശേഷം ഇരു നേതാക്കളും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത്. സന്ദർശനത്തിന്റെ ഔദ്യോഗിക സമയക്രമവും ചർച്ചാ വിഷയങ്ങളും വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൌസ് പുറത്തുവിടും. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.